ഈ വയനാട്ടിലേക്ക് പോയാൽ അവിടെ അമ്പുകുത്തി, എടയ്ക്കൽ മലനിരകളിലെ അനധികൃതമായി പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾ പൊളിച്ചു നീക്കണമെന്ന് വയനാട് സബ് കളക്ടറുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനവും നിർദ്ദേശവുമൊക്കെ വന്നിരിക്കുന്നത്. മേഖലയിലെ 7 റിസോർട്ടുകൾക്കെതിരെയാണ് നടപടി ഉണ്ടാവുക. കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ ചർച്ചയായതിന് പിന്നാലെ പ്രദേശത്ത് നേരിട്ട് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചിരുന്നു. സുൽത്താൻ ബത്തേരി തഹസിൽദാർ, ജില്ലാ ജിയോളജിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ്, ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസർ, മൈനിംഗ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്കായിരുന്നു ചുമതല. ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലും ഉയർന്ന അപകട മേഖലയുടെ 500 മീറ്റർ ബഫർ സോണിലുമാണ് റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. മേൽമണ്ണ് കുറഞ്ഞ ചെരിവുള്ള പ്രദേശത്തുൾപ്പെടെ റിസോർട്ട് നിർമ്മിച്ചിട്ടുണ്ടെന്നും മറ്റൊരു റിസോർട്ടിൽ സ്വാഭാവിക നീരുറവയടക്കം തടസ്സപ്പെടുത്തി കുളങ്ങൾ നിർമ്മിച്ചതായും പരിശോധനയിൽ വ്യക്തമായി. ഉരുൾപൊട്ടൽ അപകടങ്ങളുണ്ടായാൽ ഈ കുളങ്ങൾ താഴ്വാരത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇവിടുത്തെ കയ്യേറ്റങ്ങളിലും റിസോർട്ട് നിർമ്മാണത്തിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർ ചെയ്ത ഉന്നതതലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തം ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴെങ്കിലും ഇത് പൊളിച്ചു മാറ്റാൻ ഒരു ഉത്തരവിട്ടത് ആശാവഹമാണ്. പക്ഷേ അത് എത്രമാത്രം ഈ ഉന്നതന്മാരുടെ ഇടയിൽ നടപ്പാവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ മാസം 9-നാണ് തഹസിൽദാർ സബ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. ഉത്തരവ് തീയതി മുതൽ 15 ദിവസത്തിനകം ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ച് ജില്ലാ ജിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സബ് കളക്ടർ മിസാൽ സാഗർ ഭരത്തിന്റെ ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. 24 വയനാട്.